നേരത്തെ പറഞ്ഞത് വെയിറ്റ് ആൻഡ് വാച്ച് ഒരു പൊസിഷനിൽ നിന്ന് ഇന്ത്യ തൽക്കാലത്തേക്ക് മാറാനുള്ള സാധ്യതയില്ല. ഷിനാസ് അതിനോട് യോജിക്കുന്നുണ്ടോ? ആ തരത്തിലേക്ക് ആണ് ഇന്ത്യ ഒരു നിലപാടെടുക്കുക എന്നാണോ കരുതുന്നത്? ആദ്യ ചോദ്യം അതാണ്. ഇന്ത്യ അടുത്ത ഏതാനും ആഴ്ചകളായി എടുത്ത നിലപാടുകൾ നോക്കിയാൽ പഴയ നിലപാടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒരു ഗാസയിൽ സീസ് ഫയർ വേണം, അടിയന്തരമായ സീസ് ഫയർ അടിയന്തരവും നിലനിൽക്കുന്നതുമായ ഒരു സീസ് ഫയർ. ഇന്ത്യ അതിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുകയാണ്. അതിനു മുമ്പ് ഇന്ത്യ ഒരു UN പ്രമേയത്തോട് അങ്ങനെയല്ല നിലപാട് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ, അതിൽ റഷ്യ, ചൈന, പിന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, ഇറാനുണ്ട്, ഇന്ത്യയുണ്ട്, അങ്ങനെ കൂട്ടായ്മയാണ്. ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ എന്ന ആ കൂട്ടായ്മ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചു, ശക്തമായ ഭാഷയിൽ അപലപിച്ചു. പക്ഷെ ഇന്ത്യ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്, ആ പ്രസ്താവനയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ഇന്ത്യ സ്വന്തം നിലക്ക് ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഡിപ്ലോമസിയും ഡയലോഗുമാണ് ഇന്ത്യയുടെ ഈ പ്രശ്നത്തിലും സ്വീകരിക്കേണ്ടത് എന്ന ഒരു പൊതു നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. നേരത്തെ സൂചിപ്പിച്ച കാര്യം പോലെ ഇസ്രായേലുമായി ഇന്ത്യക്കുള്ളത് സൈനിക സഹകരണമാണ്. യുദ്ധ സാമഗ്രികളും യുദ്ധ സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഒക്കെ ആയിട്ടുള്ള സൈനിക തന്ത്രപരമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ സഹകരണം ഇസ്രായേലുമായിട്ടുണ്ട്. അതേസമയം തന്നെ ഇറാനുമായി ഇന്ത്യക്കുള്ളത് ചബഹാർ തുറമുഖം ഇന്ത്യയാണ് വികസിപ്പിക്കുന്നത്. അത് വികസിപ്പിച്ചാൽ മാത്രമേ അത് ഇന്ത്യ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായും അഫ്ഗാനിസ്ഥാനുമായും പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തിട്ട് വ്യാപാര വാണിജ്യ സമ്പർക്കം അല്ലെങ്കിൽ കച്ചവടം നടത്താൻ ചബഹർ തുറമുഖം ഇറാന്റെ ഭാഗത്താണ്. അത് ഇന്ത്യ ഒരുപാട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇന്ത്യക്ക് ഇസ്രായേലിനെ നേരിട്ട് പരസ്യമായി അപലപിക്കുന്ന വിധത്തിൽ പ്രസ്താവന നടത്താനും വയ്യ, ഇറാനെ ആ രീതിയിൽ പിണക്കാനും കഴിയും. അപ്പോൾ വാണിജ്യപരമായി ഇറാൻ ഇന്ത്യക്ക് ആവശ്യമാണ്, സൈനികപരമായി ഇസ്രായേലും ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യയുടേത് ചേരിചേരാ നയം, നോൺ അലയൻഡ് മൂവ്മെന്റ് എന്നൊക്കെയാണ് നമ്മുടെ പ്രഖ്യാപിത നയമെങ്കിലും അത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ, ഏതാണ്ട് 2000-ന് ശേഷം 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു സ്ട്രാറ്റജിക് ഓട്ടോണമി, തന്ത്രപരമായ ഓട്ടോണമിയാണ് ഇന്ത്യയുടെ വിദേശ നയം. അപ്പോ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാലത്ത് അമേരിക്കയുടെയും വെസ്റ്റിന്റെയും തീട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയതും അപ്പോൾ വിമർശനം ഉയർന്നപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വളരെ ഉരുളക്കുപ്പേരി പോലെ അവർക്ക് മറുപടി കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ എന്ന് വെച്ചാൽ വെസ്റ്റ് റഷ്യ യുക്രൈൻ യുദ്ധ വിഷയത്തിൽ ഒരു തീർത്തും റഷ്യ വിരുദ്ധ സമീപനം ഇന്ത്യയോട് സ്വീകരിക്കണമെന്ന് പരോക്ഷമായി ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞത്, ട്രംപ് ഇപ്പോൾ ആറാം ഘട്ട ചർച്ച ഇന്നലെ ഒമാനിൽ നടക്കേണ്ടിയിരുന്നതാണ്. ആ ചർച്ച നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇസ്രായേൽ ആക്രമിച്ചത്. 2015 ബരാക് ഒബാമയുടെ കാലത്ത് ജോയിന്റ് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ, ഒരു കരാറിൽ ഇറാനുമായി എത്തിയത് 2015. ആ കരാർ അനുസരിച്ച് ഇറാൻ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ വ്യവസ്ഥകൾ പാലിക്കാം, കമ്മിറ്റ് ചെയ്യാം, സാങ്ഷൻസ് മൊത്തത്തിൽ നീക്കണം എന്നൊക്കെയുള്ള ഒരു ധാരണയിലെത്തിയതാണ്. അതിൽ അമേരിക്കയും ലോകത്തെ പ്രമുഖമായ മറ്റു രാഷ്ട്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഇറാനെ കൂടാതെ. പക്ഷെ ആ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി 2018 ട്രംപ് പിന്മാറുകയായിരുന്നു. അതിനുശേഷം കൂടുതൽ സാങ്ഷൻസ് ഏർപ്പെടുത്തുകയും എണ്ണ ഉപരോധം, മറ്റ് പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും
ഇറാനെതിരെ ഉള്ള ഭീഷണികളും ഒക്കെ ആയിട്ട് മുന്നേറുന്ന ആ സമയത്താണ് ഇറാൻ അവരുടെ ആണവ പദ്ധതി വീണ്ടും കൂടുതൽ ശുഷ്കാന്തിയോടെ മുന്നോട്ട് നീക്കുന്നത്. അങ്ങനെ ഇറാന് ഇപ്പോ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറഞ്ഞത് ഇറാന് 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാമിലധികം യുറേനിയം ഉണ്ടെന്നും വേണമെങ്കിൽ ഇറാന് അത് വെപ്പൺ ഗ്രേഡ് യുറേനിയമാക്കി മാറ്റാൻ പറ്റുമെന്നും പല ന്യൂക്ലിയർ മെറ്റീരിയൽസും അല്ലെങ്കിൽ ന്യൂക്ലിയർ സൈറ്റ്സും അത് ഇറാൻ കാണിച്ചു തരുന്നില്ല, റിവീൽ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി NPT-യിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ സമ്മതം മൂളുന്നില്ല എന്ന ഒരു ശാസനാരൂപത്തിലുള്ള ആരോപണം ഉന്നയിച്ച ഉടനെയാണ് ഇസ്രായേൽ ഇറാനിലെ നതാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളെയും മിലിറ്ററി കമാൻഡേഴ്സിനെയും ഒക്കെ ആക്രമിച്ചത്. പക്ഷെ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി അനുസരിച്ച് അതിലെ വ്യവസ്ഥകൾ രാജ്യം പാലിച്ചില്ലെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇക്കണോമിക് സാങ്ഷൻസ് ആണ്, പിന്നെ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് വിഷയം പോകും, അവിടെ ചർച്ച ചെയ്യപ്പെടും എന്ത് നടപടി ആ രാഷ്ട്രത്തിനെതിരെ എടുക്കണമെന്ന് ഉള്ള ചർച്ചകൾ വരും. ചിലർ വീറ്റോ ചെയ്തേക്കാം പ്രമേയത്തിൽ തന്നെ. അങ്ങനെയൊക്കെയുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊന്നും പാലിക്കാതെ ഈ ഇറാനെതിരെ ഏകപക്ഷീയമായി എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറഞ്ഞ കാര്യങ്ങൾ വെച്ചും ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയുടെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല ഇറാൻ എന്ന കാരണം പറഞ്ഞു ഇറാൻ ആഴ്ചകൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം അനുഭവം ഉണ്ടാക്കും എന്ന് പറഞ്ഞും ഇസ്രായേൽ എന്ന രാജ്യം ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അന്താരാഷ്ട്ര ലോകക്രമത്തെ ലോക മര്യാദ ഉണ്ടല്ലോ, പെരുമാറ്റച്ചട്ടം, ഒരു ഗ്ലോബൽ ഓർഡറിന്റെ പെരുമാറ്റ നോംസ് ഉണ്ട്, അതുപോലെ ലോസ് ഉണ്ട്, അതിനെയൊക്കെ മറികടന്നുള്ള ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം. അത് പലരും പല അനലിസ്റ്റുകളും സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ എന്നല്ല, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും ആണവ പദ്ധതികൾ ഒരു നതാൻസിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല. നമ്മൾ വാർത്തകൾ വായിച്ചാൽ അറിയാം, ഇറാനിൽ 14ലധികം ആണവ കേന്ദ്രങ്ങളുണ്ട്. ആണവോർജ പദ്ധതിയുമായും ചിലപ്പോൾ അണ്വായുധ പദ്ധതിയുമായും ശ്രീ എം ഷിനാസ് പറയുന്നത്, അദ്ദേഹം പറയുന്ന ചെറിയ ഒരു റേഞ്ച് വിഷയമുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര നോംസ് പാലിക്കാതെ ഇറാനെതിരെ നടന്ന ആക്രമണം എന്ന ഒരു വിലയിരുത്തൽ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആ റേഞ്ച് ഇഷ്യൂ കൂടി നമുക്ക് പരിഹരിക്കപ്പെടും കഴിയുമെന്ന്. വളരെ ഫീബിളാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഞാൻ തിരികെ എത്താം. നമുക്കതൊന്ന് പരിഹരിച്ചിട്ട് കൂടി അദ്ദേഹത്തിലേക്ക് വരാമെന്ന് കരുതുന്നു.